എറണാകുളം എടയാറിൽ ഇതര സംസ്ഥാന തൊഴിലാളി ജോലിസ്ഥലത്ത് പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ കമ്പനി നഷ്ടപരിഹാര തുക മുഴുവൻ നൽകുന്നില്ലെന്ന് പരാതി. അസിസ്റ്റന്റ് കളക്ടറുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ 5 ലക്ഷം രൂപ കൈമാറുകയും പിന്നീട് 10 ലക്ഷം രൂപ ലേബർ ഓഫീസ് വഴി നൽകാമെന്നും ധാരണയിലെത്തിയിരുന്നു. എന്നാൽ CG ലൂബ്രിക്കൻസ് കമ്പനി ബാക്കി പണം നൽകുന്നതിൽ താമസം വരുത്തുന്നുവെന്ന് സഹായ സമിതി കളക്ടർക്ക് പരാതി നൽകി. അൻമരിയ, എന്താണ് വാർത്തയുടെ വിവരങ്ങൾ? എന്താണ് ഇത്തരത്തിൽ സഹായം നൽകുന്നതിൽ ഒരു കാലതാമസം ഉണ്ടാവുന്നത്? വിവരങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ 26-ാം തീയതിയാണ് ഈ തൊഴിലാളി മരിക്കുന്നത്. ശത്രുഘ്നൻ മുഖ്യ എന്ന് പറയുന്ന ഒരു തൊഴിലാളിയാണ് തീപ്പൊള്ളലേറ്റ് മരിക്കുന്നത്. ഇതിനെ തുടർന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അവിടെ ഉയർന്നു വന്നിരുന്നു. ഒരു രാത്രി മുഴുവനായിട്ട് നിലനിൽക്കുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്കൊക്കെ ഈ മൃതദേഹം സംസ്കരിക്കാത്ത രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ആ പ്രദേശത്തുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു ചർച്ച നടക്കുന്നത്. നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ചർച്ചയുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു 5 ലക്ഷം രൂപ കൈമാറാമെന്നും പിന്നീട് അതിനുശേഷം 10 ലക്ഷം രൂപ കൈമാറുമെന്നും ടോട്ടൽ അങ്ങനെ 15 ലക്ഷം രൂപ നൽകാമെന്നുമായിരുന്നു കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കളക്ടറുടെ മുൻപിൽ വെച്ച് തന്നെ 5 ലക്ഷം രൂപ അന്ന് കൈമാറി. പിന്നീട് 10 ലക്ഷം രൂപ ഇപ്പോൾ കഴിഞ്ഞിട്ട് ഒരാഴ്ചയിലധികമാകുന്നു. പക്ഷേ ഇതുവരെയും ബാക്കി പണം കൈമാറിയിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ തൊഴിലാളിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ തൊഴിലാളിക്ക് വേണ്ടി ചേർന്ന ഒരു സഹായ സമിതി കളക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത്. അസിസ്റ്റന്റ് കളക്ടർക്കാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. നിലവിൽ ഈ മരിച്ച തൊഴിലാളിയുടെ കുടുംബം സ്ഥലത്തിൽ അവരുടെ നാട്ടിലാണുള്ളത്. അവർ നാളെ തിരിച്ച് കൊച്ചിയിലേക്ക് എത്തും. അതിനുശേഷം ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ കുടുംബവും പരാതി നൽകുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.